2025 ജൂൺ 6 രാവിലെ ഏകദേശം 10 മണിയോടെ ബംഗളൂരുവിലെ ഉത്തരഹള്ളിയിലുള്ള ഒരു ഒയോ ഹോട്ടലിലേക്ക് ഒരു യുവാവും യുവതിയും എത്തി. അവർ 204 നമ്പർ മുറിയിലേക്ക് ബുക്ക് ചെയ്തു. ഹോട്ടലിലെ മാനേജർ മുറിയുടെ താക്കോൽ കൈമാറിയതിനിടെ ഭക്ഷണം ആവശ്യമുള്ളതിനെക്കുറിച്ചിട്ടോ അന്വേഷിച്ചപ്പോൾ ആവശ്യമുണ്ടെങ്കിൽ വിളിക്കാമെന്ന് യുവാവ് മറുപടി പറഞ്ഞു. ഇവരുടെ കൈവശം ലഗേജുകളോ മറ്റു സാധനങ്ങളോ ഒന്നും തന്നെ ഉണ്ടായിരുന്നില്ല. ഹോട്ടൽ മുറികളിലെ പൊതു രീതി അനുസരിച്ച് ഇത്തരം അതിഥികൾ സാധാരണയായി ഏതാനും മണിക്കൂറുകൾക്കുള്ളിൽ 1-2 ദിവസങ്ങൾക്കുള്ളിലോ മടങ്ങാറുണ്ട്. മുറിയിൽ പ്രവേശിച്ച ഇവരെക്കുറിച്ച് കൂടുതൽ അന്വേഷണങ്ങളൊന്നും ഉണ്ടായില്ല. 8-ാം തീയതി, അതായത് 3 ദിവസം, ഹോട്ടലിൻ്റെ ജനറൽ മാനേജർ വരുന്നതിനോടനുബന്ധിച്ച് മുറികളുടെ ഒഴിവുകൾ പരിശോധിക്കുന്നതിനിടയിലാണ് 204 നമ്പർ മുറിയിൽ അതിഥികൾ മടങ്ങിയിട്ടില്ലെന്ന് അവരുടെ ശ്രദ്ധയിൽപ്പെട്ടത്. ആധാർ കാർഡ് പരിശോധിച്ചപ്പോൾ യുവതിക്ക് 33 വയസ്സും യുവാവിന് 23 വയസ്സുമാണ് പ്രായമെന്ന് മനസ്സിലായി. ഇരുവരും പുറത്തു പോകുകയോ ഭക്ഷണം കഴിക്കാൻ ആവശ്യപ്പെടുകയോ ചെയ്തിട്ടില്ലായിരുന്നു. ഹോട്ടൽ മാനേജർ റിസപ്ഷനിസ്റ്റിനെ വിളിച്ച് അന്വേഷിച്ചപ്പോൾ അവർ മുറിക്കുള്ളിൽ തന്നെ ഉണ്ടാകാനാണ് സാധ്യതയെന്ന് റിസപ്ഷനിസ്റ്റിന് മറുപടി നൽകിയത്. എന്നാൽ മുറിയുടെ വാതിൽ പുറത്തുനിന്ന് പൂട്ടിയിരിക്കുകയാണെന്ന് പരിശോധനയ്ക്ക് പോയ ഒരു ജീവനക്കാരൻ തിരിച്ചെത്തി മാനേജറെ അറിയിച്ചു. താക്കോൽ ഉപയോഗിച്ച് മുറി പുറത്തുനിന്ന് പൂട്ടിയത് യുവാവായിരിക്കാമെന്ന് ഇരുവരും താക്കോലുമായി പോയിരിക്കാമെന്നും മാനേജർ സംശയിച്ചു. തുടർന്ന് മാനേജറും റിസപ്ഷനിസ്റ്റും ചേർന്ന് ഡ്യൂപ്ലിക്കേറ്റ് താക്കോൽ ഉപയോഗിച്ച് മുറി തുറന്നു. മുറിക്കുള്ളിൽ പ്രവേശിച്ച ഇരുവരും ഞെട്ടിക്കുന്ന കാഴ്ചയാണ് കണ്ടത്. രക്തത്തിൽ കുളിച്ചു നിലയിൽ നഗ്നയായി യുവതിയുടെ മൃതദേഹം കട്ടിലിൽ മുകളിൽ കിടക്കുന്നുണ്ടായിരുന്നു. ഉടൻ തന്നെ ജീവനക്കാർ സുബ്രഹ്മണ്യ പോലീസ് സ്റ്റേഷനിൽ വിവരമറിയിക്കുകയും പോലീസ് എത്തി ഫോറൻസിക് പരിശോധനകളും ഡോഗ് സ്ക്വാഡിനെ ഉപയോഗിച്ചുള്ള അന്വേഷണങ്ങളും ആരംഭിച്ചു. പോലീസിന്റെ ചോദ്യം ചെയ്യലിൽ 2 ദിവസം മുറിയിലെ കാര്യങ്ങൾ ശ്രദ്ധിക്കാത്തത് മാനേജർക്ക് ഉദ്യോഗസ്ഥരിൽ നിന്ന് കടുത്ത ശാസന കേൾക്കേണ്ടി വന്നു. താമസിച്ചിരുന്ന യുവതിയുടെ ആധാർ കാർഡിന്റെ പകർപ്പും ഫോൺ നമ്പറും പോലീസ് ശേഖരിച്ചു. എന്നാൽ യുവാവിന്റെ ഫോൺ സ്വിച്ച് ഓഫ് ആയിരുന്നു. യുവതിയുടെ ഫോൺ മുറിക്കുള്ളിൽ തന്നെ ഉണ്ടായിരുന്നു. കൂടാതെ യുവതിയുടെ മാല, കമ്മൽ, വളകൾ തുടങ്ങിയ ആഭരണങ്ങൾ എല്ലാം തന്നെ ശരീരത്തിൽ തന്നെ ഉണ്ടായിരുന്നു. ഇതൊരു മോഷണ ശ്രമം അല്ലെന്നും ഇരുവരും ഒളിച്ചോടി വന്ന ശേഷം തർക്കമുണ്ടായി കൊലപാതകത്തിൽ കലാശിച്ചതാണെന്നും പോലീസ് സംശയിച്ചു. CCTV ദൃശ്യങ്ങൾ പരിശോധിച്ചപ്പോൾ ജൂൺ 7 പുലർച്ചെ 4 മണിയോടെ 23 വയസ്സുകാരനായ യശ്വാസ് മുറി പൂട്ടി പുറത്തേക്ക് പോകുന്ന ദൃശ്യങ്ങൾ ലഭിച്ചു. ഇതിൽ നിന്ന് കൊലപാതകം ജൂൺ 6 രാത്രി വൈകിയായിരിക്കാം നടത്തിയെന്ന് പോലീസ് അനുമാനിച്ചു. ഫോൺ സ്വിച്ച് ഓഫ് ആയ സ്ഥലം കണ്ടെത്താനായി യുവാവിൻ്റെ നമ്പർ സൈബർ സെല്ലിന് കൈമാറി. ആധാർ കാർഡിലെ വിലാസമനുസരിച്ച് കെങ്കേരയിലെ വാടക വീട്ടിൽ അന്വേഷണത്തിനായി എത്തിയ പോലീസ് സംഘത്തിന് അവർ 5 വർഷം മുൻപ് ആ വീട് വിട്ടുപോയ അയൽവാസികളുടെ നിന്ന് വിവരം ലഭിച്ചു. അന്വേഷണത്തിനിടയിൽ യുവതിയുടെ ഫോണിലേക്ക് ഒരു പുരുഷന്റെ കോൾ വന്നു. തൻ്റെ ഭാര്യ 2 ദിവസമായി കാണാനില്ലെന്ന് പറഞ്ഞ ആളെ പോലീസ് സ്റ്റേഷനിലേക്ക് വിളിപ്പിക്കുകയും വിളിച്ചയാൾ ഹമീദ്പുരിൽ താമസിക്കുന്ന 41 വയസ്സുള്ള ദാസി ഗൗഡയാണെന്നും മരിച്ച യുവതി ഹിരണ്യ 33 വയസ്സുള്ള അദ്ദേഹത്തിൻ്റെ ഭാര്യയാണെന്നും മനസ്സിലായി. പോലീസ് സ്റ്റേഷനിലെത്തിയ ദാസി ഗൗഡ ഹിരണ്യയുമായുള്ള ബന്ധം വഷളായതിനെക്കുറിച്ചും പോലീസിനോട് സംസാരിച്ചു. 13ഉം 10ഉം വയസ്സുള്ള 2 പെൺമക്കളുള്ള തങ്ങൾക്ക് 4 വർഷം മുൻപ് വരെ സന്തോഷകരമായ ജീവിതമാണെന്നും അതിനുശേഷമാണ് ഹിരണ്യയുടെ സ്വഭാവത്തിൽ മാറ്റം വന്നതെന്നും അദ്ദേഹം പറഞ്ഞു. സോഷ്യൽ മീഡിയയിലൂടെ ഹിരണ്യ പല ഗ്രൂപ്പുകളിലും ചേരുകയും മീറ്റിങ്ങുകളിലും ടൂറുകളും പോവുകയും ചെയ്തു. താൻ പലതവണ ഉപദേശിച്ചും ഹിരണ്യ ശ്രദ്ധിച്ചില്ല. നിങ്ങൾക്ക് വേണമെങ്കിൽ എന്നെ വിട്ടുപോകാം എന്നായിരുന്നു അവരുടെ മറുപടി. ഞാൻ ഇതുപോലെ തന്നെ നടക്കും എന്ന് പറഞ്ഞിട്ടുണ്ട്. പ്രശ്നങ്ങളുണ്ടായിട്ടും അതെല്ലാം നാട്ടുകാർക്ക് അറിയാവുന്ന കാര്യമായതുകൊണ്ട് താൻ പരാതി നൽകിയില്ല എന്നും അദ്ദേഹം വെളിപ്പെടുത്തി. പോലീസ് ഹിരണ്യയെ കൊല്ലപ്പെട്ട വിവരം ദാസി ഗൗഡയെ അറിയിച്ചപ്പോൾ അയാൾ ഒരു നിമിഷം നിശബ്ദനായി പൊട്ടിക്കരഞ്ഞു. പോസ്റ്റ്മോർട്ടം പൂർത്തിയാക്കിയ ശേഷം മൃതദേഹം ബന്ധുക്കൾക്ക് കൈമാറി. യുവതിയുടെ കൊലപാതകി യശസ്സിനുള്ള അന്വേഷണം തുടർന്നു. കൂട്ടുകാരൻ്റെ വീട്ടിൽ ഒളിച്ചു താമസിച്ചിട്ടുണ്ടെന്ന യശസ് പോലീസിന് അന്വേഷണമുണ്ടെന്ന വാർത്ത TV-യിൽ കാണുന്നതിനെ തുടർന്ന് സ്വയം വയറ്റിൽ കുത്തി മുറിവേൽപ്പിച്ച് കൂട്ടുകാരൻ അവനെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ആശുപത്രിയിൽ വെച്ച് ബോധം വീണ യശസ് ഹിരണ്യയോടൊപ്പം താൻ മരിക്കാമെന്നും ജീവിക്കാൻ താല്പര്യമില്ലെന്നും പറഞ്ഞ് അഭിനയിച്ചു. എന്നാൽ പോലീസിന്റെ ചോദ്യം ചെയ്യലിൽ താൻ ഹിരണ്യയെ കൊന്നതാണെന്ന് സമ്മതിച്ചു. 3 വർഷം മുൻപ് കെങ്കേരിയിൽ അമ്പലത്തിൽ വെച്ചാണ് സോഷ്യൽ മീഡിയ ഗ്രൂപ്പിലെ അംഗമായ യശസ്
ഹിരണ്യയെ പരിചയപ്പെടുന്നത്. ഹിരണ്യയുടെ സൗന്ദര്യത്തെ പ്രശംസിക്കുകയും പ്രായം കുറച്ച് പറഞ്ഞും യശസ് അവളെ ആകർഷിച്ച് ഹിരണ്യയും തൻ്റെ ജീവിതത്തിലെ വിഷമതകളെക്കുറിച്ചും ഭർത്താവിനെക്കുറിച്ചും സംസാരിച്ചു. രഹസ്യമായി വിളിച്ച് സംസാരിച്ച ഇവർ മീറ്റിങ്ങിൻ്റെ പേര് പറഞ്ഞ് വീട്ടിൽ നിന്ന് ഇറങ്ങി. ഓയോ റൂമുകളിൽ സമയം ചെലവഴിച്ചു. ഭർത്താവായ ദാസി ഗൗഡ ഇതെല്ലാം മീറ്റിങ്ങുകളാണെന്ന് കരുതി വിശ്വസിച്ചു. 3 വർഷത്തെ ബന്ധത്തിനു ശേഷം ദാസി ഗൗഡ ഈ ബന്ധം അറിഞ്ഞതിനെ തുടർന്ന് ഹിരണ്യയുടെ വീട്ടുകാർ ഇടപെട്ട് അവളെ മർദ്ദിക്കുകയും ഫോൺ പിടിച്ചു വാങ്ങുകയും ചെയ്തു. എന്നാൽ ദാസി ഗൗഡയുടെ കാല് പിടിച്ച് മാപ്പ് പറഞ്ഞതിനെ തുടർന്ന് ദാസി ഗൗഡ ഫോൺ തിരികെ നൽകി. 2 ദിവസത്തിനുള്ളിലാണ് ഹിരണ്യയെ കാണാതാവുന്നത്. ജൂൺ 6 ഇരുവരും അവസാനമായി കണ്ടുമുട്ടിയപ്പോൾ ഒരുമിച്ച് ജീവിക്കണമെന്ന യശസ്സിൻ്റെ ആഗ്രഹവും ആവശ്യവും ഹിരണ്യ നിഷേധിച്ചു. ഭർത്താവിനെയും മക്കളെയും ഉപേക്ഷിക്കാൻ തനിക്കാവില്ലെന്നും ഇത് തങ്ങളുടെ അവസാന കൂടിക്കാഴ്ചയാണെന്നും ഹിരണ്യ പറഞ്ഞു. ഇതിൽ പ്രകോപിതനായി അവൻ മുറിയിലുണ്ടായിരുന്ന കത്തി ഉപയോഗിച്ച് ഹിരണ്യയെ 10-17 തവണ കുത്തി കൊലപ്പെടുത്തി. കൊലപാതകത്തിന് ശേഷം രക്ഷപ്പെട്ട യശ്വാസ് പോലീസിൻ്റെ പിടിയിലാകുമെന്ന് ഉറപ്പായപ്പോൾ ഹിരണ്യയെ കൊന്നതിന് ശേഷം താനും മരിക്കാമെന്ന് വരുത്തി തീർക്കാനാണ് സ്വയം മുറിവേൽപ്പിച്ചത്. നല്ലൊരു കുടുംബം തകരാനും ഒരു സ്ത്രീ കൊല ചെയ്യപ്പെടാനും കാരണം അവിഹിത ബന്ധമാണെന്നും സോഷ്യൽ മീഡിയ വഴി ഉണ്ടാകുന്ന പരിചയങ്ങൾ ആളുകളുടെ വ്യക്തിത്വം അറിയാതുള്ള ബന്ധങ്ങളിലേക്ക് പോകുന്നതിൻ്റെ അപകടമാണെന്നും ഈ സംഭവം കാണിക്കുന്നെന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത്.